പ്രഗ്നൻസിയിൽ നമ്മൾ മിനിമം എത്ര സ്കാൻസ് ചെയ്യണം? ഒരു പ്രഗ്നൻസിയിൽ ശരിക്കും മിനിമം 4 സ്കാനുകളെങ്കിലും എടുക്കണമെന്നാണ് പറയുന്നത്. ഒന്ന് ഏറ്റവും ആദ്യത്തെ സ്കാൻ നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് എടുക്കുന്ന സ്കാൻ അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. അതിൽ നമ്മൾ പ്രഗ്നൻസിയുടെ ഡെലിവറി ഡേറ്റ് തീരുമാനിക്കാനും കുട്ടിയുടെ പ്രഗ്നൻസി ഓക്കെ ആണോ എന്നുള്ളത് അറിയാനുമാണ് ഉപയോഗിക്കുന്നത്. അതിലൊരു നമ്മൾ ഡേറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ഡേറ്റ് മാറുന്നില്ല. സെക്കൻഡ് മെയിൻ സ്കാൻ എന്ന് പറയുന്നത് 3-ാം മാസത്തെ NT സ്കാൻ എന്ന് പറയും. അതിൽ നമ്മുടെ കുട്ടിയുടെ അംഗവൈകല്യങ്ങൾ നോക്കാനുള്ള ആദ്യത്തെ സ്കാനാണ് ഈ പറഞ്ഞ NT സ്കാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാൻ കുട്ടിയുടെ 5-ാം മാസത്തെ സ്കാൻ അല്ലെങ്കിൽ അനോമലി സ്കാൻ. യൂഷ്വലി ഒരു 18 തൊട്ട് 22 ആഴ്ചക്കിടയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമുക്കൊരു 70% വരെ കുട്ടിയുടെ മേജർ അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനാണ് ആ 5-ാം മാസത്തെ സ്കാൻ. അതിനുശേഷം നമ്മുടെ കുട്ടിയുടെ വളർച്ച നോക്കാനുള്ള ഗ്രോത്ത് സ്കാൻ എന്ന് പറയുന്നത് ഒരു 8-ാം മാസത്തിൽ ചെയ്യുന്നതാണ്. കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ പൊസിഷൻ, വെള്ളത്തിന്റെ അളവ്, രക്തയോട്ടം, ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതാണ് ഗ്രോത്ത് സ്കാൻ. അത് നമ്മൾ ചെയ്യുന്ന ഒരു 8-ാം മാസം ആകുമ്പോഴാണ്. ഇത് കൂടാതെ ആ പ്രഗ്നൻസി ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് സ്കാനുകൾ മാറാവുന്നതാണ്. നമ്മൾ അടിക്കടി ഇങ്ങനെ സ്കാൻസ് വരുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അതുകൊണ്ട് റോഷനുണ്ടോ? ഒട്ടുമില്ല. സ്കാനിങ് എന്ന് പറയുന്നത് ഒരു റേഡിയേഷനോ അങ്ങനെയുള്ള ഒരു പ്രക്രിയയല്ല. ജസ്റ്റ് ഒരു സൗണ്ട് വേവ്സ് കൊണ്ടുള്ള ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കാനിങ്ങുകൾ കൊണ്ട് കുട്ടിക്ക് ഒരു ദോഷവും വരാനില്ല.